ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. ആദ്യം നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്താ പറയുക, കുറേ നല്ലൊരു മരം ഉണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ. അതിമൊന്ന് കുറേ ഉണങ്ങിയ ഇലകൾ എന്നിട്ട് എന്താ പറയുക ആകെ ഇതായി കിടക്കണ രാവിലെ തന്നെ കാണുക. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ക്ലീൻ ആക്കുക കേട്ടോ. എന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2 ദിവസമായി എടുത്തിട്ട് ഇപ്പം നമ്മൾ പിന്നെ ടയറ് അറിയാലോ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ട് സ്റ്റെപ്പിനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ടയറൊക്കെ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് ബമ്പർ കൊടുക്കാണ്ട് ഒന്നും കൊടുക്കിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ എന്തായാലും ഉണ്ട്. അതാണ് നമ്മൾ അധികം അത് പുറത്തേക്കൊന്നും ഇറക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി തന്നെ വണ്ടി ഒന്ന് കഴുകണം. നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് വണ്ടി ഒന്ന് അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ നാട്ടിലെ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് എത്തിച്ചു കൊടുക്കാൻ ബാക്ക് സൈഡും ഫ്രണ്ടും പിന്നെ മേലെയും ഇതിൻ്റെ ചുവട്ടിൽ എന്തായാലും മാറ്റിയിടണം. പോർച്ചുഗലിനെ വണ്ടി എടുത്ത് കയറ്റണം. കാരണം ഡെയിലി കഴുകേണ്ട അവസ്ഥയാണ്. പിന്നെ എന്തൊക്കെ പക്ഷികൾ വന്നിട്ട് രാത്രി ഇരിക്കുന്നുണ്ടോ, ആറ്റിങ്ങളെ കാഷ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായാലും ഇതാണ്. ഇത് ഇങ്ങനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം ആദ്യം. ഓക്കെ, കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് വേണം. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണില്ല, തൽക്കാലം ഇവിടെ തന്നെ ചെയ്യാന്നുള്ള പ്ലാനാണ്. കുറേ വർക്ക് പെൻഡിങ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലാസ്റ്റ് നല്ലൊരു സർവീസും പെയിൻറ്റിങ് ഒക്കെ ചെയ്യണം. പെയിൻറ്റിങ്ങിന് മുന്നേ ഡിക്ക് തുറക്കുന്നില്ല. ഡിക്ക് അതിൻ്റെ ഇതിനൊരു ചെറിയൊരു കളിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി ഡിക്കി പൊക്കിയിട്ടേ അതിൻ്റെ ഉള്ളിലും സൈഡിലൊക്കെ ഫുള്ള് കച്ചറ വരുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെന്താ പറയുക, ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ ഇതിൽ കൂളൻ്റാ തോന്നുന്നു, വെള്ളമാണല്ലേ. കൂളൻ്റ് കഴിഞ്ഞിട്ട് വെള്ളമാക്കി വെച്ചോ. പിന്നെ അതെന്താണ് കൂളൻ്റ് തന്നെ അല്ലേ, കൂളൻ്റ് ഇവിടെ ഉണ്ട്. കൂളൻ്റൊക്കെ ഒന്ന് നോക്കണം, വണ്ടിയിൽ ഒക്കെ സെറ്റാണെന്ന് നോക്കണം. അന്നേരം നമ്മൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ വണ്ടിക്ക്. അതൊക്കെ ഒന്ന് ചെയ്യാണ്ട് ഉണ്ടായി. സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പം തന്നെ റെഡി ആക്കിയാൽ ആ സമയത്തൊക്കെ സെറ്റ് ആവുള്ളൂ. പിന്നെ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ആക്സറീസ് തന്നെയാണ്. ഇത് വരുന്നത് ബ്രേക്ക് ഓയിലാവുന്നു. നമുക്ക് ഒരുപാട് വർക്ക് നമ്മൾ വരാണ്ട് കേട്ടോ. എന്തായാലും വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ വാഷ് ചെയ്യുന്ന പൈപ്പ് അപ്പുറത്തുണ്ട്. അപ്പോൾ കുറച്ച് സൈഡ് എടുത്തുകൊണ്ട് ചിലപ്പോൾ എടുക്കുന്നതിന് ഇതിന് സ്റ്റാർട്ടിങ്ങിന് പ്രശ്നം ഉണ്ടാകുന്നൊരു സ്റ്റാർട്ടിങ്ങിന് ചെറിയ പ്രശ്നം കേട്ടോ. ഇപ്പോൾ ഒന്ന് കുറേ കാലത്ത് ഇരുന്നല്ലോ. പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി ആയിരുന്നു. ബാറ്ററിയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിക്കെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്താ പറയാ, കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ ബാറ്ററി ചാർജ് ഇല്ലാത്ത പ്രശ്നമാണ്. നമ്മൾ എടുക്കലില്ല. പിന്നെ എന്താ പറയാ, വേറെ കുറച്ച് 1-2 ബിസിയൊക്കെ ആയതുകൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ പരിപാടി ഇത് വാഷ് ചെയ്യലാണ്. വാഷ് ചെയ്തിട്ട് നേരെ ടയറുടെ പോകണം. ടയർ കൊടുക്കണം, അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട്
പിന്നെ അതിന്റെ പാച്ച് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. പിന്നെ ഫ്രണ്ട് ബമ്പറും. എന്നിട്ട് എന്തായാലും കുറെ വർക്കുകൾ നമുക്ക് കുറെ അപ്ഡേഷൻസ് കയറാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലൊക്കെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ വീഡിയോയിലെല്ലാം അറിയിക്കൂട്ടാ. ഓക്കെ, ആണല്ലേ. അത് നമ്മൾ ഇതിന്റെ ഉള്ളില് കുറച്ച് കച്ചറൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയാ, രണ്ട് പരിപാടിക്കൊക്കെ പോയിട്ട് എന്താ പറയാ, ഇത് ക്ലീൻ ചെയ്യലാണ് ആദ്യത്തെ പരിപാടി. ഓക്കെ, ഫ്രണ്ടിലുണ്ട്, പിന്നെ ആ സൈഡ് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അത്യാവശ്യം അത് ബ്രഷ് ചെയ്തിട്ട് എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് ആദ്യം പുറത്തേക്കുള്ള വർക്കൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് തുടങ്ങാം. പൈപ്പ് ഇട്ടിട്ടെ കട്ട് ചെയ്തോളാം. ചല നമ്മൾ നോർമൽ കഴുകലാട്ടോ കഴുകുന്നത്. നല്ല അത്യാവശ്യം പൊടി ഉള്ളതുകൊണ്ടേ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒറ്റ മോശമാക്കിയിട്ട് കൊണ്ടുവന്നത് ശരിയല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം. പിന്നെ വർഷവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം എന്തായാലും നല്ലൊരു സർവീസ് കൊണ്ട് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ഫുള്ള് കഴുകി കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി വീഡിയോയിൽ കാണിച്ചു തരട്ടാ, കഴുകി കഴിഞ്ഞിട്ടുള്ള വൃത്തി എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും വീഡിയോയിലത് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളെ കൈ കൊണ്ടുള്ള വാഷിങ് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തിറക്കുമ്പോൾ അത്യാവശ്യം നല്ല കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കേണ്ട വെച്ചിട്ടുള്ള ലെവലിലൊന്നും ചെയ്താണ്. എല്ലാ വർക്കും കിട്ടണം മൊത്തത്തിലൊന്ന് സർവീസ് സെൻ്ററിലായിട്ട് വാഷ് ചെയ്യാൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ നോർമലി ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചപ്പോൾ തന്നെ വണ്ടിയുടെ ഗ്ലേസിങ് അറിയാൻ പറ്റും. നല്ല തിളങ്ങുന്നുണ്ട് വെയിലത്ത്. അപ്പോൾ പിന്നെന്തായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മളെ പരിപാടി സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, പരിപാടിയുടെ ജസ്റ്റ് ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടിലെ. അപ്പോൾ അവിടെ എന്താ പിള്ളേർക്ക് ഫോട്ടോ എടുക്കാൻ നമ്മളെ ജീപ്പ് ഇവിടെ ഉണ്ട്. ജീപ്പും ഇത് രണ്ടൊന്ന് കൊണ്ടിടാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളൊക്കെ അവരെ കമ്മിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളെ പിള്ളേർ തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുക, പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമ്മളെ നാട്ടിലൊരു പരിപാടിയില്ല. അപ്പോൾ നമ്മളെല്ലാം എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കണ്ടേ, ആ ഒരു ബേസിലാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നമ്മളെ ബോഡി ഗാർഡ് ഉണ്ട്, പിന്നെ പൊന്നുണ്ട്. ഞങ്ങളിങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മളെ നാട്ടിലൊരു ഉത്സവമാട്ടാ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകണ വരവുണ്ട്. എന്താ പറയുക, അപ്പോൾ അവിടെ പോയിട്ട് എന്താ പറയുക, ഷോഫ് എന്നല്ല ബാൻഡാ. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് രണ്ട് നമ്മളെ സ്പെഷ്യൽ പാട്ടൊക്കെ അടിക്കൂട്ടാ. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഇതിൻ്റെ പിന്നിൽ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പേര് പറഞ്ഞു കൊടുത്താ, ഞാൻ ബോഡി ഗാർഡ് എന്നാണ് പറയാ, വിവിയൻ. ഇയാളെ നമ്മളെ ബിഗ് ഫാനാട്ടാ നമ്മളെ വണ്ടിൻ്റെ അല്ലേ. പിന്നെ മറ്റേത് പൊന്നു ആയി പറയേ. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യാട്ടാ. ഫോട്ടോഷൂട്ടിന് വേണ്ടി 2 വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ബമ്പറൊക്കെ ഫിറ്റ് ചെയ്ത്. ടയർ കിട്ടിയിട്ടില്ല, ടയർ സ്റ്റെപ്പിന് തന്നെയാണ്. പക്ഷെ ഇത് ബമ്പർ വന്നിട്ട് അത് കാണുന്നില്ല. അപ്പോൾ പിള്ളേരെല്ലാം റെഡിയാണ്. നമ്മുടെ ഡ്രസ് കോഡിൻ്റെ കളറാണിത്. അപ്പോൾ ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഞാൻ രാവിലെ തന്നെ വന്നത് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബോഡി ഗാർഡിൻ്റെ യൂണിഫോം കൂടെ ബോഡി ഗാർഡേ. അപ്പോൾ ഫൈനലി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് 2 വണ്ടി. ഇനി നമുക്ക് ബാൻഡ് കൊടുന്ന് അടിക്കുക, പിള്ളേരുടെ ഡാൻസ്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത പരിപാടി. വണ്ടി രണ്ടും കുളിച്ച് കുട്ടപ്പനാക്കി ഉള്ള ആരാധകരാട്ടോ ഇവിടെ.